അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക ചര്യ അനുസരിച്ച് ഉംറ എങ്ങനെ നിർവഹിക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നേരിട്ട് നമ്മൾ മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് ഉംറയുടെ നിയ്യത്തോടു കൂടി കുളിക്കുകയും അതുപോലെ തന്നെ ഇഹ്റാമിന്റെ വേഷം അണിയുകയും ചെയ്യേണ്ടതാണ്. യാത്ര ആരംഭിക്കുമ്പോഴുള്ള പ്രാർത്ഥന: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. നിശ്ചയിക്കപ്പെട്ട മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കുക. മീഖാത്തിൽ നിന്നും ഇഹ്റാമിൽ പ്രവേശിക്കാതിരുന്നാൽ അതിന് പ്രായശ്ചിത്തമെന്നോണം അറവ് നടത്തി മാംസം വിതരണം ചെയ്യേണ്ടതാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മുടിയും താടിയും അതുപോലെ തന്നെ മറ്റുള്ള രോമങ്ങളുമൊക്കെ നീക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇഹ്റാമിന്റെ വേഷമായി പുരുഷന്മാർക്ക് വേണ്ടത് 2 തുണികളാണ്. ഒന്ന് ഉടുക്കാനും മറ്റേത് തോളിലൂടെ പുതക്കാനുമുള്ളതാണ്. സ്ത്രീകൾക്ക് പ്രത്യേക വേഷമില്ല. ഔറത്ത് മറക്കുന്ന രൂപത്തിൽ അവർക്ക് വേഷം ധരിക്കാവുന്നതാണ്. മുഖം മറക്കാനോ അതല്ലെങ്കിൽ കയ്യുറ ധരിക്കാനോ പാടുള്ളതല്ല. മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്നുള്ള വചനം ചൊല്ലിക്കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കാൻ ശ്രദ്ധിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ച ഉടനെ തൽബിയത്തിന്റെ വചനം ആരംഭിക്കുകയും കഅബാലയം കാണുന്നതുവരെ അത് ആവർത്തിച്ച് ചെല്ലുകയും വേണം. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നഖമോ മുടിയോ രോമമോ നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. സുഗന്ധം ഉപയോഗിക്കാനോ പുരുഷന്മാർക്ക് തലമറക്കാനോ പാടുള്ളതല്ല. ലൈംഗിക തെൽബിയത്തിന്റെ വചനങ്ങൾ പുരുഷന്മാർ ഉറക്കെയും സ്ത്രീകൾ അവർ കേൾക്കുന്ന രൂപത്തിലുമാണ് തെൽബിയത്തിന്റെ വചനങ്ങൾ ഉച്ചരിക്കേണ്ടത്. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. പുരുഷന്മാർ വലത് കൈ പുറത്തേക്ക് കാണുന്ന രൂപത്തിലാണ് മേൽവസ്ത്രം ധരിക്കേണ്ടത്. തവാഫ് ആരംഭിക്കുമ്പോൾ ഹജറുൽ അസ്വദ് മുത്താൻ സാധിക്കുമെങ്കിൽ മുത്താവുന്നതാണ്. ഇല്ല എങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തവാഫ് ആരംഭിക്കാവുന്നതാണ്. പുരുഷന്മാർ ആദ്യത്തെ 3 തവാഫിൽ കാലുകൾ അടുപ്പിച്ച് വെച്ച് വേഗത്തിൽ നടക്കേണ്ടതാണ്. ഇതിന് റമൽ എന്നാണ് പറയുക. 7 തവണയാണ് തവാഫ് ചെയ്യേണ്ടത്. ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് തുടങ്ങുകയും
ഒരു തവണ കറങ്ങി അജർലസിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നായി പരിഗണിക്കുകയും ചെയ്യും. ഇങ്ങനെ 7 തവണയാണ് തവാഫ് ചെയ്യേണ്ടത്. റുക്നുൽ യമാനി മുതൽ അജറുൽ അസ്വദ് വരെയുള്ള സ്ഥലത്ത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓരോ തവാഫ് ചെയ്ത് ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന് നേരെ കൈ ഉയർത്തിക്കൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നാണ് പറയേണ്ടത്. തവാഫ് ചെയ്യുന്ന ഓരോ തവണയും റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നുള്ള പ്രാർത്ഥന ആവർത്തിക്കുക. ഏഴ് തവണ തവാഫ് പൂർത്തിയാക്കിയതിനു ശേഷം മക്കാമു ഇബ്രാഹിമിന്റെ പിറകിലായിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. തിരക്കുള്ള സമയമാണെങ്കിൽ ഹറമിലെ എവിടെ വെച്ചും ഈ 2 റക്അത്ത് നിസ്കരിക്കാവുന്നതാണ്. ഇതിലെ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത്. തവാഫും 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞാൽ സംസം വെള്ളം കുടിക്കാവുന്നതാണ്. സഫയിലെത്തിക്കഴിഞ്ഞാൽ الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. സഫയിൽ നിന്നാണ് സഈ ആരംഭിക്കേണ്ടത്. സഫയിൽ നിന്ന് തുടങ്ങി മർവയിലെത്തിക്കഴിഞ്ഞാൽ 1 പ്രാവശ്യമായി. തിരിച്ച് മർവയിൽ നിന്ന് സഫയിലെത്തിയ 2. ഇങ്ങനെ സഫയിൽ നിന്ന് തുടങ്ങിയ സഈ മർവയിലാണ് അവസാനിക്കുക. സഫയിൽ നിന്ന് സഈ ആരംഭിക്കുമ്പോൾ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന 3 തവണ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഅസമൽ അഹ്സാബ വഹ്ദഹു. സഫ മർവക്കിടയിലുള്ള സഈ പൂർത്തിയാക്കിയാൽ ഇനി മുടി മുറിക്കുകയോ അതല്ലെങ്കിൽ തലമുണ്ടനം ചെയ്യുകയാണ് വേണ്ടത്. തലമുണ്ടനം ചെയ്ത ആളുകൾക്ക് വേണ്ടി പ്രവാചകൻ 3 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുടി മുറിച്ച ആളുകൾക്ക് 1 തവണയും. കഴിയുന്നതും തലമുണ്ടനം ചെയ്യാൻ ശ്രമിക്കുക. സ്ത്രീകൾ റൂമിലെത്തിയതിനു ശേഷം വിരലിൻ്റെ വലിപ്പത്തിൽ മുടിയുടെ താഴ്ഭാഗം മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതോടുകൂടി ഉംറയിലെ കർമ്മങ്ങൾ പരിപൂർണമായി. അല്ലാഹു സ്വീകരിക്കുന്ന ഉംറ ചെയ്യാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് സവിനയം ഉണർത്തിക്കൊണ്ട് ഇക്ബാൽ മുണ്ടേരി.